കറക്റ്റ് ഒരു 5:30 ആകുമ്പോൾ തിരിച്ച് ഇവിടെ വരണമെന്നാണ് സാറ് പറഞ്ഞാക്കുന്നത്. ഒരു 1.5 മണിക്കൂറുണ്ട് ഇതുവഴി കറങ്ങി നടക്കാനായിട്ട്. ആദ്യമേ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എടാ നമുക്ക് ഇതിൽ കൂടെ കറങ്ങി നടക്കുകയാണ്. അതിനാദ്യം എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ ആ കൂടെ ഒറ്റ തവണ ഫോട്ടോ വെച്ച് വന്നിട്ടുണ്ട്. ഗൈസ് നിങ്ങൾ ഫോട്ടോ വെച്ച് ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? ആക്കോടി 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എനിക്ക് എന്ത് വാങ്ങിത്തരാനാ? അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ല എനിക്ക് ഗൈസ്. അത് കിട്ടാൻ എൻ്റെ കാശ് പോലും ഇല്ല. പാർവതിക്ക് വല്ല മിഠായി വാങ്ങിത്തരാം. എന്റെ പെണ്ണുമ്പിള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടിട്ട് വാങ്ങി കൊടുക്കുക. ഗൈസ് അങ്ങനെ ഇപ്പൊ നമ്മള് ഫോർട്ട് കൊച്ചിയിലെ തെരുവ് വീഥികളിലൂടെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടൈനി മിനിയേച്ചേഴ്സ് നല്ല രസമുണ്ട് കാണാൻ. നല്ല സർപ്പഗന്ധി. ഇപ്പൊ സർപ്പത്തിന് മണമാ. ഇതിന് മുമ്പ് ഫോട്ടോ വെച്ച് കണ്ടിട്ടുണ്ടോ? കുറെ മുമ്പ്, 2-3 കൊല്ലം മുമ്പ്. ആണോ? ജ്യൂസ് സ്ട്രീറ്റൊക്കെ പോയായിരുന്നു? ജ്യൂസ് സ്ട്രീറ്റൊക്കെ പോയായിരുന്നു. ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുന്ന എല്ലാവരും കാണുന്നുണ്ടായിരിക്കും അല്ലേ? എൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പം ഞാൻ ബാക്ക് ക്യാമറ തിരിച്ച് പിടിച്ചാണ് എടുക്കുന്നത്. അപ്പം എനിക്ക് അറിഞ്ഞൂടെ ഇത് എത്രത്തോളം ക്വാളിറ്റിയിൽ ഇത് വരുന്നതെന്ന് എനിക്കറിഞ്ഞില്ല. അപ്പം ഞാൻ സ്ക്രീൻ തിരിച്ച് പിടിച്ചാക്കുന്നുണ്ട് എല്ലാവർക്കും എന്നെ കാണാം സ്ക്രീനിൽ കൂടെ. അടി കേട്ടോ, ആന്റി ഹോട്ടലാ പണ്ട് മുതലുള്ള സംഭവം. ഏത് ആന്റി ഹോട്ടലാണ്? ഗൈസ് ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഫോട്ടോ എടുക്കാൻ ഭയങ്കര എല്ലാവരും ഒരേ രീതിയിലൊക്കെയാണ് പോസ് ചെയ്യുന്നത്. പറഞ്ഞു കൊടുക്കാൻ അതെന്തോ ഫോട്ടോ അവസാനം അവിടെ ഫോട്ടോ എടുക്കാൻ വലിയ ക്യൂ ക്യൂ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ക്യൂ ആയിരുന്നു. എന്നിട്ട് ഇവരെല്ലാം മാറി നിന്നതാ. നിങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയാ? അവിടെ ഗൈസ് അങ്ങനെ ഇപ്പൊ നമ്മള് കുറെ സ്ഥലങ്ങളിൽ കൂടെ കറങ്ങി നടന്ന് ഇപ്പൊ അവസാനം നമ്മളിപ്പോ ബീച്ചിലോട്ട് പോവാണ്. ഇപ്പൊ നമ്മുടെ ഗൈഡായിട്ട് ഒരു ഡോഗി ഉണ്ട്. ഈ പട്ടിയാണുള്ളത്. ഈ പട്ടിയുടെ പാട്ടിന് പോകുമെന്ന് അറിഞ്ഞൂടാ. വേണ്ട ചേച്ചി പ്രാഗി തുടങ്ങി. നമ്മളിപ്പം ബീച്ച് സൈഡ് നോക്കി നമ്മൾ അങ്ങോട്ട് കേന്ദ്രീകരിച്ച് അങ്ങോട്ടേക്കാണ് നമ്മളിന് പോകുന്നത്. ചേട്ടാ ഈ ബെൻഡന്റെ വാച്ചിന് എത്രയാ? 250. ഓ കറങ്ങുമല്ലേ. ഇത് വാങ്ങിയിട്ട് കോളേജിൽ പോയ സൂപ്പറായിരിക്കും. എല്ലാരും നമ്മുടെ കയ്യെ തന്നെ നോക്കും. അതൊക്കെ എടുത്തോണ്ട് ഇട്ടോണ്ട് ഇപ്പം ബസ്സിൽ കയറി ഓറയായിരിക്കും. ഗൈസ് സ്പൈഡർമാൻ ഇവിടെ ആദായ വിൽപ്പനയ്ക്കുണ്ട്. പിന്നെ കുഞ്ഞു വളകൾ, വലിയ വളകൾ, ഒരു അംബാസിഡർ, ഒരു ഫെറാറി, ബുഗാട്ടി, അങ്ങനെ പല പല വണ്ടികൾ, ഇനോവ ക്രിസ്റ്റ ഉൾപ്പെടെ ജീവാഗൺ വരെ ഇവിടെ ആദായ വിൽപ്പനയ്ക്കുണ്ട്. ഹെലികോപ്റ്റർ വേണമെങ്കിൽ ഹെലികോപ്റ്റർ, ട്രക്ക് വേണമെങ്കിൽ ട്രക്ക്, ബസ് വേണേൽ ബസ്. നിങ്ങൾ വേണ്ട വണ്ടികളെല്ലാം ഇവിടെ വന്ന് വാങ്ങിക്കുക. JCB ഉൾപ്പെടെ വലിയ വില കുറവ് കിട്ടും. നമുക്ക് പട്ടം വേണോ? നിങ്ങൾ പട്ടം കാണുന്നുണ്ടോ ഗൈസ്? ദിസ് ഇസ് പട്ടം. ഇത് കട ഇതിനകത്തോടെ നിങ്ങൾ നോക്കിയാൽ ഫോട്ടോ വെച്ച് കാണാൻ പറ്റും ഗൈസ്. എനിക്ക് അറിഞ്ഞോടെ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന്. ഫോട്ടോ വെച്ചെല്ലാം മികച്ച കാഴ്ചകളെന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. ഗൈസ് ഇവിടെ ഉണ്ട് അമേരിക്കയിലെ സ്പൈഡർമാൻ വിൽക്കാനായിട്ട്. ഇത് അമേരിക്കയിലെ സ്പൈഡർമാൻ. ഇന്ത്യൻ ഓട്ടോറിക്ഷ 1.5 ലക്ഷത്തിൻ്റെ ഓട്ടോറിക്ഷ ഇവിടെ വെറും 80 രൂപയ്ക്ക്. ആർമിക്കാരുടെ ട്രക്ക് ബോഗി പൊക്കി പാറ്റാൻ കൂട്ടിയ ട്രക്ക് വെറും ഇതൊരു 15 ലക്ഷം വരുന്ന ട്രക്ക് ഇവിടെ വെറും 150 രൂപയ്ക്ക്. ഇവിടെ പലതരം തോക്ക് വിൽപ്പനയ്ക്കുണ്ട്. ഇതേത് അടുത്ത തോക്ക്? ഇത് എന്തോ വലിയ തോക്കാന്ന് തോന്നുന്നു ഗൈസ്. ചേട്ടാ ഈ തോക്കിന് എന്നാ വില? 30 രൂപ. 30 രൂപയുടെ തേങ്ങ. മറ്റേ ബാലവേറിലെ മാന്ത്രികതൻ്റെ വിൽപ്പനയ്ക്കുണ്ട്. പിന്നെ സ്പിന്നർ പോലത്തെ എന്തോ ഒരു സാധനമുണ്ട്. പിന്നെ ജിറാഫിൻ്റെ തലയുണ്ട്. പിന്നെ കൈലാസ് ദേവൻ്റെ ഇതെന്തോ ശൂലാണ് എന്തോ സാധനം.
പിന്നെ എന്തോ വടിവാളാന്ന് തോന്നുന്നു കേസ്. പിന്നെ സ്പാനർ സെറ്റ് ഉണ്ട്. ഈ സ്പാനർ സെറ്റ് നമുക്ക് രണ്ടായിട്ട് ഉപയോഗിക്കാം. പേനായിട്ടാണെങ്കിലും ഉപയോഗിക്കാം. ഇത് എങ്ങനെ തുറക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കത്രിക പേന, ഇത് കത്രികയായിട്ട് ഉപയോഗിക്കാം, പേനയായിട്ട് ഉപയോഗിക്കാം. ഇത് എന്താണ്ടാ വലിയ സംഭവം തോന്നുന്നു, എന്താണ്ടൊക്കെ പറഞ്ഞു ഇതിനകത്ത്. പിന്നെ ക്ലാസ്സിലിരുന്ന് മുഖം നോക്കാൻ കണ്ണാടിയുള്ള പേന. കണ്ണാടിക്കൂടും കൂട്ടി ക്ലാസ്സിലിരുന്ന് ഗെയിം കളിക്കാം. ഇത് കൂടി പേനാണെങ്കിൽ കരേസാനൊക്കെ പറ്റിയിട്ട് ബോറടിക്കത്തില്ലല്ലേ? ഇതൊക്കെ ഗായ്സ് വാള് പേനയുണ്ട്, വാള് പേന. ഇതൊക്കെ വെച്ച് എഴുതിയാൽ പിന്നെ പെട്ടെന്ന് ഒരാളെ കുത്തിക്കൊല്ലാൻ പോലും എളുപ്പമാണ്. ഗായ്സ് തോറിൻ്റെ ചുറ്റിക ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. തോറിൻ്റെ ചുറ്റിക, പണിക്ക് പോകുന്ന ചുറ്റിക, ഡയമണ്ട് ഉള്ള പേന, അല്ലാത്ത ചുറ്റിക. അതെ മറ്റേ കത്രിക പേന അമൃത അൺബോക്സ് ചെയ്തിരിക്കുന്നു ഗൈസ്. പിന്നെ കാലംകോടയുടെ പേനയുണ്ട് ഗൈസ്. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ സമയം ഏതാണ്ട് 6:30 ആവാറായി. ഇപ്പം നമ്മുടെ കൂടെ ജെയിംസും ബ്ലോഗർ ശ്രേയ എബിയും ഉണ്ട് കൂടെ. അതെ, നമ്മുടെ ക്ലാസ്സിൽ പകുതി പേരെ ഇപ്പോൾ ഇവിടുത്തെ ബീച്ചിൻ്റെ ഒരു മൂലയ്ക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. മന്തിയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ റൈസും ചിക്കനും രണ്ടും ഒന്നിനും കൊള്ളത്തില്ലാത്തൊരവസ്ഥയായി. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് പോരും, ഇല്ലാണ്ട് മടുത്തുപോയി. ഇപ്പോൾ രാത്രി സമയം 10:30 ആവാറായി. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നാളെ പോയി ക്ലാസ്സിൽ കയറണം. ഗൈസ് ഇവർക്ക് എന്ത് നല്ല ഫോട്ടോസ് എടുത്താൽ നോക്ക്. കുറേ ഫോട്ടോ വെച്ച് കിടന്ന് കറങ്ങി ആ മനുഷ്യൻ്റെ ഇടപാട് തീർന്നു. അപ്പോൾ ആൽബർട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു ഫോട്ടോ വെച്ച് എക്സ്പീരിയൻസ്? ഫോട്ടോ വെച്ച് അടിപൊളിയായിരുന്നു. ആകെ ഇഷ്ടപ്പെടാൻ വൈകിട്ടത്തെ ഫുഡ് മാത്രമേ, ബാക്കി എല്ലാ അടിപൊളി. അതെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈമിൽ ആദ്യം തന്നെ മൂച്ചിപ്പോയില്ല, പുള്ളിൻ്റെ അടുത്ത് മാത്രം പോയി. നെക്സ്റ്റ് പ്രാവശ്യം നമ്മൾ അതൊക്കെ സോൾവ് ആക്കിയിട്ട് നമ്മൾ അടുത്ത ടൈമിൽ പൊളിക്കുന്നതായിരിക്കും. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നീയുടെ ആ റൈസ് മൊത്തം കഴിച്ചോ? സാറേ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? തീ പോലെ പാറുമായിരുന്നു. അലീന തോമസ്, how was your IV? സോറി അലീന തോമസ്. പോയോ? പിന്നെന്നാ വേണം? ബാക്കി കൊള്ളായിരുന്നു. എന്തെങ്കിലും ഒരു പാട്ട് പാടാം. പക്ഷേ പാട്ട് പാടാൻ കാരണൂടെ അത് മതി, നമ്മൾ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് റൊമാൻറ്റിക് പാട്ടാണ്. Like, share, subscribe. Bye. നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ
വന്നു